I'll explain that. Once you switch on the lamp, the stars appear and moves towards the edges. And then it starts evolving and you can see different colors. Barbie. Vende. Please come, sir. You can see more varieties here. See? It's very nice. 20 rupees only. Nice. This latest one. 50 rupees only, sir. Rahul? വിഡിതം കാണിച്ചിട്ട് എക്സ്ക്യൂസ് പറയുന്നു. ഇത്ര ഒരു കാര്യത്തിന് 4 സ്ട്രീറ്റ് റൗഡികളെ അയക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? തറവാട്ടി പറഞ്ഞ ആരെയും ഈ ജോലി കിട്ടില്ല. ഏത് നിലയ്ക്കും കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ. ജയൻ, കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാനും അവനും തമ്മിൽ ഒരു കേസ് നിലവിലുള്ളപ്പോൾ നാം തന്നെ ഈ വിധത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് ദോഷമാണ്. നേരിട്ട് ഏറ്റുമുട്ടാതെ വേണം അവനെ തോൽപ്പിക്കാൻ. മകനെ സംരക്ഷിക്കാനാവാത്ത വിധത്തിൽ അവനെ തളർത്തണം. അതിന് ശക്തിയല്ല, ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. എങ്കിൽ അവനവൻ തന്നെ ചെയ്യണം. എനിക്ക് ഇത്രേ പറ്റൂ. കാര്യം മനസ്സിലാകാതെ പിണങ്ങുകയാണോ ചെയ്യുന്നത്? രാഹുൽ കൈവിട്ടു പോയാൽ കുടുംബ സ്വത്തുക്കൾക്ക് തന്നെ പ്രോബ്ലം വരും. അതൊക്കെ റെക്കോർഡിക്കലായി ശരിയാക്കിയെന്നല്ലേ പറഞ്ഞിരുന്നത്? കുട്ടി നമ്മുടെ പൊസിഷനിൽ വന്നാൽ കൂടുതൽ സേഫ് അല്ലേ? അതിനുവേണ്ടിയാണ് പറയുന്നത്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. മനസ്സിലായോ ജയനെ? ഗൗതം സൂക്ഷിക്കണം. ഈ തോൽവിക്ക് അവർ പ്രതികാരം ചെയ്യാതിരിക്കില്ല. അമ്മയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ മനുഷ്യനെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. എൻ്റെ അമ്മ അയാളുടെ അടിമയാണ്. തനിച്ച് കാണുമ്പോൾ അയാളുടെ നോട്ടം പോലും എനിക്ക് സഹിക്കാനാവില്ല. ഒരു രാത്രി പോലും സമാധാനത്തോടെ ഞാൻ ആ വീട്ടിൽ ഉറങ്ങിയിട്ടില്ല. മഞ്ഞുമണികൾ പുൽകുമി
വിശന്നിട്ടല്ല, ചാട്ടി അവന്. മിസ്റ്റർ ഗൗതം, നിങ്ങൾ വീക്ക്ലി ബിൽ പേ ചെയ്തിട്ടില്ലല്ലോ. വൈകിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടി വരും. അതിനു മുമ്പ് പണം കൊടുത്തിരിക്കണം. ശരി ഡോക്ടർ. റൂബി ഫൈനാൻസേഴ്സിന്റെ ചട്ടപ്രകാരം സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ കൊടുക്കാൻ പാടില്ലെന്നാണ്. ഗൗതമിന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും പണം തരുന്നത്. വൈഫിന് എങ്ങനെയുണ്ട്? അതുപോലെ തന്നെയുണ്ട്. മിസ്റ്റർ ഗൗതം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളുടെ ഭാര്യയുടെ ക്ഷീണം വർദ്ധിച്ചു വരികയാണ്. രോഗത്തിന് ഒരു കുറവും കാണുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ, ഈ രോഗത്തിന് ഫലപ്രദമായ ഒരു ചികിത്സയുള്ളൂ, വെരി എഫക്റ്റീവ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. എങ്ങനെ ഇത് ചെയ്യണം ഡോക്ടർ? പക്ഷേ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും മാത്രമേ ആ ഫെസിലിറ്റീസ് ഉള്ളൂ. വളരെ എക്സ്പെൻസീവാണ്. അത്രയും പണം ചെലവഴിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ മദറിലോ മിസ്സസ് രാധിക വർമ്മയുമായി ഞാൻ ഇക്കാര്യം നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാനത് പറയാതിരുന്നാണ്. അവരിവിടെയുണ്ട്. മകളെ ഇംഗ്ലണ്ടിൽ അയച്ച് ചികിത്സിപ്പിക്കാൻ അവർ തയ്യാറാണ്, എന്ത് ചിലവായാലും. വേണ്ട, എനിക്ക് അവരെ അവതാരി ആവശ്യമില്ല. ഗൗതം, എന്തിനു നീ ഇങ്ങനെ വാശി പിടിക്കുന്നു? സിന്ധു എന്റെ ഭാര്യയാണ്. അവളുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അവളെ പ്രസവിച്ച അമ്മയാണ് ഞാൻ. സിന്ധുവിന് വല്ലതും സംഭവിച്ചാൽ നിനക്ക് മറ്റൊരു ഭാര്യയെ കിട്ടിയെന്ന് വരും. പകരം എനിക്കൊരു മകളെ കിട്ടില്ല. മിസ്സിസ് വർമ്മ, എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയ അവൾ എത്ര സഫർ ചെയ്തിട്ടുണ്ടെന്നറിയാം. നീ കാരണം അത് ഞാൻ സഹിച്ചു. പക്ഷെ ഇപ്പോൾ മകൾ അടുത്ത മുറിയിൽ വേദന നിന്ന് കഴിയുമ്പോഴും പഴയ ഗ്രഡ്ജ് വെച്ച് എന്നെ കുറ്റപ്പെടുത്താനും പക പോക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അതിന് അനുവദിക്കില്ല. അവളെ എങ്ങും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും. ഗൗതം, പ്ലീസ്, നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടുന്നത് ശരിയല്ല. പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട. വരൂ, കമാൺ. അച്ഛൻ്റെ പഴയ ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് എനിക്ക് നിന്നോട് സിമ്പതിയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ മിസ്സസ് വർമ്മയുടെ ഭാഗത്താണ്. സ്വാമി, ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് നീ എടുക്കരുത്. രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നാണ് ആവശ്യം. അതിന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ചികിത്സയ്ക്ക് മാസങ്ങളോ ചിലപ്പോൾ കൂടെ കൊല്ലങ്ങൾ തന്നെയോ വേണ്ടി വന്നേക്കും. ഇവിടുത്തെ ചികിത്സയ്ക്ക് തന്നെ നീ എത്രമാത്രം കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി ആരുണ്ട് തരാൻ? അവരോടൊപ്പം അയക്കാന്ന് വെച്ചാല്? അന്യരല്ലല്ലോ, അവർ കുട്ടിയുടെ അമ്മയല്ലേ. നീ എന്തിനു വെറുതെ തടസ്സം നിൽക്കുന്നു? അത് കാരണം സിന്ധുവിന് വല്ലതും സംഭവിച്ചു പോയാൽ ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധം നിന്നെ വേട്ടയാടില്ലേ? അപ്പൊ സ്വാമി പറഞ്ഞു വരുന്നത് ഞാൻ അവളെ അമ്മയോടൊപ്പം അയക്കണം. ഞാൻ പോവില്ല. ഗൗതമില്ലാതെ തനിച്ച് ഞാൻ എങ്ങും പോവില്ല. എല്ലാം ഞാൻ പറഞ്ഞില്ലേ സിന്ധു? എന്റെ പാസ്പോർട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. ശരിപ്പെട്ട ഉടനെ ഞാൻ അവിടെ എത്തും. വേണ്ട ഗൗതം, മരിക്കാണെങ്കിലും ഇവിടുന്നായാ മതി. ഈ കൈകളിൽ കിടന്ന് അതാ എന്റെ മോഹം. അങ്ങനെ പറയരുത്. ഞാനായിട്ട് അതിന് തടസ്സം നിന്നാൽ എന്റെ വിഷമം നിനക്ക് മനസ്സിലാവില്ല. ഞാൻ കാരണം ഗൗതം അനുഭവിക്കേണ്ടി വരുന്ന വേദന അതാ എനിക്ക് സഹിക്കാനാവാത്തത്. ഞാൻ പോവാം. മോൻ ഉറങ്ങിയോ? ആ, ഉറങ്ങി. മോനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നവരോട് പകരം ചോദിക്കണമെന്നും പറഞ്ഞ് ഇവര് ഇറങ്ങി തിരിച്ചപ്പോ സമാധാനിപ്പിച്ച് ഞാൻ വിളിച്ചോണ്ട് വന്ന. അവരോട് ഞങ്ങൾ ചോദിക്കും. മുഴുവനും റൗഡീസാ, ഹയർ ഗുണ്ടാസ്, പഴനിമുത്തു, സമ്പത്ത്, ആറുമുഖൻ, എല്ലാരും എനിക്കറിയാം.
കൂലിത്തല്ലുകാരോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഈ വാടക ഗുണ്ടകളെ അയച്ചവർ വേറെയാ. എന്നാലും ഞങ്ങൾക്കിടെ ഉള്ളപ്പോ ഒന്നും വേണ്ട, എന്റെ മോൻ ഇവിടെ ഉണ്ടല്ലോ. ഇതുപോലെ ഇനിയും ചിലർ വരും. ഇവിടെ ഇനി ആരും വരില്ല. വന്നാ വെട്ട് തുറക്കും ഞങ്ങള്. അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ, നമ്മൾ സൂക്ഷിച്ചാൽ മതി. എല്ലാരും പോയി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ് ഡേവിഡ്. ഗുഡ് നൈറ്റ്. ദാസ് പുറപ്പെട്ടോ? ഫോണിലായതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറഞ്ഞില്ല. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അവൻ ആ കുഞ്ഞിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് തിരിച്ചു കിട്ടണം. ഗൗതമനോട് ഞാൻ സംസാരിക്കാം. കാര്യം സാധിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് വേറെ വഴി നോക്കേണ്ടി വരും. ഒരു പോലീസ് ഓഫീസർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ മകളുടെ മരണത്തിന് കാരണം അവനാണ്. ഇനി ആ കുഞ്ഞിനെ കൂടെ നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. മരിച്ചുപോയ മകളുടെ സ്ഥാനത്താണ് ഞാൻ അവനെ കാണുന്നത്. വിഷമിക്കണ്ട, ഞാൻ ഒരു വഴി കണ്ടെത്താം. എന്താ ആന്റി? പറയാം മോളെ. ഗൗതം, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നിങ്ങളും രാധികാവർമ്മയുമുള്ള തർക്കം ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ആവശ്യമില്ലാതെ പണവും സമയവും നഷ്ടപ്പെടുത്താന്നല്ലാതെ ഈ കേസ് നിങ്ങൾക്ക് അനുകൂലമെന്ന് കരുതണ്ട. മിസസ് വർമ്മയുടെ ശക്തിയും സ്വാധീനവും നിങ്ങൾക്കറിയില്ലേ? അറിയാം സർ. സാറിനെ പോലെ സ്റ്റേറ്റിലെ DGP ഗ്രേഡിലുള്ള ഒരു ഉയർന്ന പോലീസ് ഓഫീസർ കൊണ്ട് പോലും ഒരു സാധാരണക്കാരനെ വിളിച്ചു വരുത്തി അന്യായമായി ചോദ്യം ചെയ്യാനും വിരട്ടാനും വരെ സ്വാധീനമുള്ളവരാണ് അവരെന്ന് എനിക്കറിയാം. ഇയാൾ തെറ്റിദ്ധരിച്ചതാണ്. പോലീസ് ഓഫീസറായിട്ടില്ല, ഇംപാർഷ്യൽ ഒരു മീഡിയേറ്റർ നിലയ്ക്കാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്. ഭാര്യയുടെ ചികിത്സയും പിന്നീട് കുട്ടിയെ ഇംഗ്ലണ്ടിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ കോടതിയും കേസുമായി വേറെയും കുറെ അധികം പണം നിങ്ങൾക്ക് ചിലവായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുട്ടിയെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ പണം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. പുറമെ ജീവിക്കാൻ നല്ലൊരു തുകയും. സാറിന്റെ മകനെ വില പറയാണോ? അവനെ വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ മറ്റവകാശികളില്ലാത്ത മിസ്സിസ് വർമ്മയുടെ കാലശേഷം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ കൈയടക്കാവുന്ന മോഹം എങ്കിൽ നിങ്ങൾ വിട്ടിയാണ്. അതുമല്ല ധർമ്മസ്ഥാപനത്തിലേക്ക് പോകും. അവർ തീർത്തു പറഞ്ഞ കാര്യമാണത്. അവരുടെ സെക്രട്ടറിയും അത് പറഞ്ഞോ? ആ ചെറുപ്പക്കാരൻ നാണം കെട്ടവൻ ആ സ്ത്രീയുടെ കൂടെ കഴിയുന്നത് അവരുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ലോ. ഈ പണം മോഹിച്ചല്ലേ? എന്റെ മോനി കാശിന്റെ ആവശ്യമില്ല. താൻ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നു? ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്തിനു നശിപ്പിക്കുന്നു? ഒരു പ്രിൻസിനെ പോലെ തന്റെ മോനെ വളർത്താൻ അവർക്ക് കഴിയും. അതിലും വലിയ പണക്കാർ നാട്ടിൽ വേറെയുണ്ട് സർ. ടാറ്റയും ബിർലയും അംബാനിയും പോലുള്ളവര്. അവരാരെങ്കിലും വന്ന് ചോദിച്ചാൽ, സാർ നിങ്ങൾക്കുണ്ടല്ലോ ഒരു മകള്, അവളെ വിട്ടുകൊടുക്കുവോ പ്രിൻസസിനെ പോലെ വളർത്താൻ? ഗൗതം, ധിക്കാരം പറയരുത്. പറയിപ്പിക്കരുത് സർ. ഈ ദേഹത്തിട്ടിരിക്കുന്ന യൂണിഫോമും ഇരിക്കുന്ന കസേരയുടെ പദവിയും ഓർത്ത് നിങ്ങൾ എന്നെ അതിന് നിർബന്ധിക്കരുത്. എടോ, ഇല്ല സർ. ഇതുപോലൊരു അവസരത്തിൽ ഞാൻ ആ സ്ത്രീക്ക് വഴങ്ങിക്കൊടുത്തതുകൊണ്ടാണ് എനിക്ക് ഈ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത്. ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് സിന്ധുവിനെ കൊണ്ടുപോയത് അവളെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി മാത്രമായിരുന്നു. പിന്നീട് എനിക്ക് അവളെ ഒരിക്കലും കാണാൻ പറ്റാത്ത വിധത്തിൽ ഇല്ലാത്ത ക്രിമിനൽ കേസുകളിൽ പെടുത്തി എന്റെ പാസ്പോർട്ട് പോലെ അവർ തടഞ്ഞു വെച്ചു. അവസാനം എന്റെ സിന്ധുവിന്റെ ജനം പോലും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്രയും ക്രൂരത ചെയ്ത ആ സ്ത്രീയോട് ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. എന്റെ മകനെ വീണ്ടെടുക്കാൻ നിങ്ങളെപ്പോലൊരു മധ്യസ്ഥന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ആ മോനെ, ഇതാണ് വിന്നി ഹോക്ക്. ഇതിന്റെ പെഡിഗ്രി അറിയണ്ടേ? പെഡിഗ്രി? ആ, അതായത് പപ്പ, മമ്മി, ഗ്രാൻഡ് ഫാ തുടങ്ങിയവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അവരെത്ര റേസിൽ ജയിച്ചിട്ടുണ്ട്, എത്ര ഡെർബി അടിച്ചിട്ടുണ്ട്, ഈ വിവരങ്ങളൊക്കെ റേസ് കോഴ്സിൽ വിളിച്ചു പറഞ്ഞാണ് ഇവരെ പരിചയപ്പെടുത്തുക. ഇതിന്റെ പപ്പ എന്നെ പോലെ ആംഗ്ലോ ഇന്ത്യനാ, മമ്മി ഇന്ത്യക്കാരിയാ, ജുൻസുൻ. പ്രസവത്തോടെ ഇതിന്റെ തള്ള ഡൈറ്റ്. പിന്നെ ഇതിന് ഈ സ്മാർട്ട്നെസ് ഒക്കെ കിട്ടിയത് എന്റെ കൂടെ വന്നതിന് ശേഷമാണ്. പതുക്കെ. ഡേവിഡ്, ഞാൻ വിന്നിയെ ഒന്ന് റൈഡ് ചെയ്തോട്ടെ? അയ്യോ, ഭയങ്കര ഡേഞ്ചറസാ. കൊള്ളാം. ഓ, ഇപ്പൊ മനസ്സിലായി എനിക്ക് ഡേവിഡ് എന്തുകൊണ്ടാ ജോക്കി ആവാത്തെന്ന്. എന്താ? ഡേവിഡിന് പേടിയാ. മെടുക്കൻ മോൻ. എന്നെ പോലെ തന്നെ സ്മാർട്ടാ. വാ, നമുക്ക് ടേബിളിലോട്ട് പോവാം. സുന്ദരവും കൊടയിൽ വെങ്കടേഷും തമ്മിൽ കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് ഇനിയും ബുക്കീസിൽ ഒത്തുകളി നടക്കും. അങ്ങനെ വല്ലതും നടന്നാ തീർച്ചയായും നിങ്ങൾ വിവരമായിരിക്കും. ഞാനില്ല ഇവിടെ. അമൃത, പോകാം. ആ, താങ്ക് യു സ്റ്റെല്ല. ഡോക്ടറോട് പറയണം ഡെലിവറിയുടെ ടൈം എന്നെ അറിയിക്കാൻ. ഷുവർ. ഓ മൈ ഗോഡ്, നിങ്ങളുടെ കാസറ്റിൽ കുതിരയുടെ പ്രസവം കവർ ചെയ്യുന്നുണ്ടോ? യെസ്. സ്റ്റെല്ല വീട്ടിലേക്കല്ലേ? ഞാൻ വരും. ബൈ ബൈ. മറ്റേ ബെൻഡ് ഫോർവേഡ്, ടൈറ്റ് ആൻഡ് ഗ്രിപ്പ്. കടിഞ്ഞാണിങ്ങനെ പിടിച്ച് ബോഡി വെയിറ്റ് ഓൺ യുവർ നീസ് ആൻഡ് കം ഓൺ ബ്ലാക്കി. കം ഓൺ, കം ഓൺ, കം ഓൺ ബ്ലാക്കി. കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ, ഹരി അപ്പ്, കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ. അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിനക്കിതൊക്കെ പറ്റൂ, പൊയ്ക്കുതിര മേൽ സവാരി ചെയ്യാൻ. അപ്പൊ ജൂനിയർ, ബാക്കി ഞാൻ നാളെ പഠിപ്പിച്ചുതരാം. എന്താ? ശരി. പഠിപ്പിക്കായിരുന്നല്ലേ? അത് കൊള്ളാം. അവനവൻ തന്നെ പഠിക്കാതെ. നീ ഇങ്ങോട്ട് വന്നേ, ഏ? ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ആ.
നീ എങ്ങനെ കയറി പറ്റിയോ? എന്താ കാണിക്കുന്നത്? സ്റ്റെല്ല, നീ എന്താ ഇങ്ങോട്ട് വന്നത്? പപ്പ പറഞ്ഞിട്ടാ അതെയോ? അമൃതയുടെ കൂടെ എനിക്ക് തന്നിയോട് അല്ല തന്നിയോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നീ ഇവിടെ വെയിറ്റ് ചെയ്യോ. ഞാൻ ഇപ്പോ വരാം. ഡോക്ടറെ ഞാനൊന്ന് Good morning, sir. മോർണിംഗ്. ഹേയ് രാഹുൽ. അമൃത, ഐ വിൽ ബി ദേർ. ഓക്കെ, മോനെ കാണാനാ ഞാൻ വന്നത്. വരൂ. വേണ്ട വേണ്ട, കുട്ടിയെ ഒരിടത്തും കൊണ്ടുപോകാനൊക്കില്ല. ഞങ്ങളെ ഏൽപ്പിച്ച കാര്യമാണ്. ബൈ. ഒരു പെണ്ണിന് വേണ്ടി 3-4 ചെറുപ്പക്കാർ മത്സരിക്കുക, അവളെ കെട്ടാൻ വേണ്ടി പരസ്പരം പാര വയ്ക്കുക, അത് യൂഷ്വലാ. അത് കുറെ കളിച്ച് മടുത്തവനാ ഞാൻ. നീ എന്താ പറഞ്ഞു വരുന്നത്? എ ഫ്രണ്ട്ലി ടോക്ക്. നീ ഇന്നലെ സ്റ്റെല്ലയും കൊണ്ട് എവിടെയാ പോയിരുന്നത്? സ്കൂട്ടറില്? മ്യൂസിക് ഹോളിൽ കാസറ്റ് വാങ്ങിക്കാൻ, പിന്നെ ഷോപ്പിംഗ്, കോഫി ഷോപ്പ്. എന്താ? ഏയ് ഒന്നുമില്ല, വെറുതെ അന്വേഷിച്ചെന്ന് മാത്രം. ഓ, അതെ, ഇവിടെ വലിയ വലിയ റേസുകളിൽ പങ്കെടുത്ത് ജയിച്ച് ഓട്ടം നിർത്തിയ പെൺകുതിരകളുണ്ട്. അവയെ ഇണചേർത്താനായിട്ട് 60-70 ലക്ഷം രൂപ മുടക്കി ഫോറിനിൽ നിന്നും ആൺകുതിരകളെ വരുത്തും. അവയെ സ്റ്റാലിയൻ എന്ന് പറയും. സ്റ്റാലിനും ക്രൂഷയും ഒക്കെ നീ എന്തിനാ എന്നെ പഠിപ്പിക്കുന്നത്? ആ പറയുന്ന മുഴുവൻ കേക്ക്. ഈ ആൺകുതിരകളെ പെൺകുതിരകളുടെ മുന്നിലേക്ക് പെട്ടെന്ന് വിട്ടാൽ കുഴപ്പമാവും. അതുകൊണ്ട് ഈ പെൺകുതിരകളെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ, ഐ മീൻ ഒരു റൊമാൻറ്റിക് മൂഡിൽ എത്തിക്കാൻ ആദ്യം ഒരു കോവർ കഴുതയെ പറഞ്ഞു വിടും. അവയ്ക്കൊക്കെ തൊട്ടും തലോടിയും അടുത്ത് നിൽക്കാമെന്നല്ലാതെ കാര്യം സാധിക്കുന്നത് സ്റ്റാലിയൻ തന്നെ ആയിരിക്കും. നിന്റെ ഗതിയും അത് തന്നെയാണ്. എന്ന് വെച്ചാ? അതായത് നിനക്ക് സ്റ്റെല്ലയുടെ പിന്നാലെ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നടക്കാമെന്നല്ലാതെ കാര്യം സാധിക്കുന്നത് ഈ സ്റ്റാലിയൻ ആയിരിക്കും. ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസ്. പൊടിക്കുപ്പി പോലത്തെ നിനക്ക് ഹീറോ ആണോ? അല്ലടാ എന്ത് പറഞ്ഞാ പന്നി? പാട്ടി നിന്നെ കൊല്ലും ഞാൻ. നീ എന്നെ ഒരു ചുക്കം കാണിക്കൂടാ. നിന്നെയൊക്കെ തൊട്ടാ ഞാൻ നാറുള്ളൂടാ. എന്താ ഡേവിഡ്, എന്താ ഇത്? എല്ലാം നിനക്ക് വേണ്ടിയാണ് സ്റ്റെല്ല. അതെടാ, I am Sylvester Stallone. Stallone among talents. എനിക്ക് മകളെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവൾക്ക് ഇൻട്രസ്റ്റ് മ്യൂസിക്കിലായിരുന്നു. എന്നാൽ ഇപ്പൊ ഗോഡ്സ് ഗ്രേസ് മോളെ കെട്ടാൻ ഒരു ഡോക്ടർ തന്നെ വന്നു. ഡേവിഡിന് സ്റ്റെല്ലേ ജീവനാണ്. അതുപോലെ തന്നെ അവൾക്ക് അവനോടും. ഈ മാരേജിന്റെ കാര്യം അറിയുമ്പോ എന്റെ മോൻ. ഡോണ്ട് വെറി, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. മമ്മി, മമ്മി നിങ്ങൾ എവിടെ പോയിരുന്ന? വീട് പൂട്ടിയിട്ട്? ഇതെന്താ ഇത് ഡേവി, എന്തു പറ്റി? ഞാൻ കുതിരപ്പുറത്ത് നിന്ന് വീണു. അല്ല ആന്റി, ഡേവിഡ് സണ്ണിയുമായി വഴക്കിട്ടതാ. നല്ലോണം കിട്ടി. ഓ മൈ പുവർ ബോയ്. നോട്ട് പുവർ ബോയ്, പവർഫുൾ ബോയ്. ഞാൻ അവരുടെ ശരിക്ക് പഞ്ചു കൊടുത്തിട്ടുണ്ട്. ആസ്കർ പറ. എന്തിനാടാ നീ ഇതിനെല്ലാം പോകുന്നത്? ഐ കാൻ ബെയർ ഓൾ ദിസ്. മിസ്സിസ് ഐസക് വിഷമിക്കണ്ട. എന്തിനാ ഡേവിഡ് മമ്മിയെ എങ്ങനെ വേദനിപ്പിക്കുന്നത്? വേദന എനിക്കാ. മോളെ ആന്റിയെ വീട്ടിൽ കൊണ്ടു വിടൂ. ചെല്ലു. ഡേവിഡിന് എന്താ പറ്റിയതെന്ന് അങ്കിൾ നോക്കട്ടെ. നോക്കിട്ട് വരൂ, ചുമ്മാ നോക്കട്ടോ. വാ, കം ഓൺ. ക്ഷീണം മാറ്റാൻ മാത്രമല്ല ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന മരുന്നാണിത്. വർഷങ്ങളുടെ എന്റെ പരീക്ഷണ ഫലം. സർക്കാരിന്റെ അംഗീകാരം ലഭിക്കാൻ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ ഉത്തേജന മരുന്നായിരിക്കും ഇത്. ബെൻ ജോൺസണ് വെല്ലുന്ന എനർജി, ഊർജം, സ്പീഡ്. ഡേവിഡിന് പെട്ടെന്ന് ജോക്കിയാവണ്ടേ? വെരി ഗുഡ്. കിടക്കൂ. ഇന്ന് വേണോ ഡോക്ടർ? വേണം. കിടക്കൂ. പയ്യെ, 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 പയ്യെ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഫീലിങ്സ്? ഈശോയെ നീ രക്ഷിക്കണം. സക്സസ്. താങ്ക് ഗോഡ്. എന്റെ പരീക്ഷണം വിജയിച്ചു. എന്താ ഇത്? പപ്പ, ഡേവിഡിനെ നിങ്ങൾ
ഓടിക്കോ ഓടിക്കോ സ്റ്റെല്ല, ഓടി. അയ്യോ ഓടി രക്ഷപ്പെടൂ. സ്റ്റെല്ല, ഓടി രക്ഷപ്പെടൂ. ഡേവിഡ്, എന്നെ മോളൊന്നും ചെയ്യരുത്. ഡേവിഡ്, എന്ത് പറ്റി? എനിക്കൊന്നുമില്ല. നിന്റെ പപ്പയുടെ കിറുക്കൊന്ന് അവസാനിപ്പിക്കാനാ. പലരും ഈ കുത്തിവയ്പ്പിനെ വിളിപ്പിച്ച് എനിക്കറിയാം. ഇന്നത്തോടെ എല്ലാം റെഡിയാക്കി തരാം. ഡേവിഡ്, പ്ലീസ്. ഡേവിഡ്, എന്നെ ഒന്നും ചെയ്യരുത്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്താ ഇല്ല, ഇന്നത്തോടെ എല്ലാ പരീക്ഷണവും നിർത്തി ഡേവിഡ്. നിർത്തിയല്ലേ? സത്യം. ഓ, കളിക്കല്ലേ. അയ്യോ, എന്റെ ജീവിതത്തിൽ എന്നെ അടിച്ചുടച്ചേ. എന്റെ അമ്മ, അയ്യോ. അയ്യോ, എന്റെ അമ്മ, അയ്യോ. എന്നെ കൊല്ലല്ലേ. അയ്യോ, കാല് പിടിച്ചു.